ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസിപ്പ് ടോപ്പ് ബോക്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ സംസാരിച്ചൊരു ബാലൻസ് തന്നെയാണ്. അതായത് നമ്മുടെ മലപ്പുറത്ത് നടന്ന ഒരു എന്താ പറയുക കൊലപാതകത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഈ കൊല ചെയ്ത ആൺകുട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഇത്രയും വളരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി, അതായത് ശാന്തശീലനും ആയിട്ടുള്ള ഈ കുട്ടി എങ്ങനെയാണ് ഇത്ര പൈശാചികമായി ചിന്തിച്ച് എന്താ പറയാ ഒരു വില്ലനെ പോലെ വന്ന് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കഴുത്തും ഞെരിച്ച് കൊന്നത്. ഇവനെങ്ങനെ ഇത് പറ്റി, ഇവനെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പം പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതായത് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവനൊരു നോർമൽ ഫാമിലി, ഒരു പാവപ്പെട്ട വീട്ടിലെ ഫാമിലിയാണ്. ഫാമിലിയിലൊരു കുട്ടിയാണ്. പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനാണ്. ആൻഡ് ഇവനെ കുറിച്ച് ഒരു കുഴപ്പമില്ല. ഓക്കെ, 10ാം ക്ലാസ് വരെ അവൻ അത്രയ്ക്കും നല്ല മിടുക്കൻ ഒരു കുട്ടിയായിരുന്നു. അതിനുശേഷം ഇവൻ +1 പഠിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കാണുന്നത്. ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാവുന്നു, സ്നേഹത്തിലാവുന്നു. അതിനുശേഷം ഇവന് ഭയങ്കരമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുന്നു. ബിഹേവിയറിനൊക്കെ ഭയങ്കര മാറ്റം സംഭവിക്കുന്നു. ഭയങ്കര ദേഷ്യം വരുന്നു. ഇങ്ങനെ ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ബിഹേവിയറൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ്നെസ്സും ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ നടക്കണം എന്ന് വരെ ഇവനാണ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ഇവൻ പോയിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇവളെ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ അമ്മ വരഞ്ഞിട്ടിപ്പോയി. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ഇവന്റെ ഒരു ബിഹേവിയർ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ഡൗട്ട് അടിച്ചു, ഭയങ്കര പേടിയായി. ഓക്കെ, ഇവര് പോയിട്ട് അവരടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇവൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് പറഞ്ഞു. ആൻഡ് പോലീസിന് ഇതിനധികം വലുതായിട്ട് ഇടപെടാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അഡൽട്ട് അല്ല, ഇവനൊരു കുട്ടിയാണ്. അപ്പം കുട്ടികളോട് ശാസിക്കുന്ന പോലെ ഇവനോട് ശാസിച്ചിട്ട് ഇവനോട് പറഞ്ഞു, ഇത് ഇനി റിപ്പീറ്റ് ചെയ്യരുത്, ശല്യം ചെയ്യരുത്, അങ്ങനെന്നൊക്കെ പറഞ്ഞ് പോലീസ് ആളെ പറഞ്ഞു വിട്ടു. അപ്പൊ അവർ വിചാരിച്ചു ഇവൻ ഓക്കെ, ഇവൻ കുഴപ്പമില്ല, ഇവനെ കൊണ്ട് പ്രശ്നമില്ലെന്ന് വിചാരിച്ചു. ഇവരങ്ങനെ അത് വിട്ടുപോയി. അതുപോലെ തന്നെ തിരിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ഇവളെ മനസ്സ് മാറ്റിച്ചു. നീ പഠിക്കേണ്ട സമയമാണ്, നീ പഠിക്കണം, നിനക്ക് നല്ല വലുതാകുമ്പോൾ വേറെ ചെറുക്കനെ കിട്ടും, ഈവൻ ഡ്രഗ്സിനെ അഡിക്റ്റാണ്, അങ്ങനൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പം ഈ പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഈ ആൺകുട്ടിയോട്, ആൺസോഴ്സിനോട് പേടി തോന്നി. പയ്യെ ഇവള് അകലാൻ തുടങ്ങി ഇവന്റെ അടുത്തുനിന്ന്. അതിനുശേഷം ഇവൻ സ്കൂളിലൊന്നും വരാറായി. പിന്നെ ഡ്രഗ്സിന് ഭയങ്കര അഡിക്റ്റായി. ഇതന്നെ ഡ്രഗ്സ് അടിക്കൽ തന്നെ. അതിനുശേഷം ഇവൻ സംസാരിക്കാൻ വരുമ്പോഴൊന്നും ഇവനെ മാക്സിമം അവോയ്ഡ് ചെയ്ത് പോകുന്നു. ഇതൊക്കെ ഇവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അതുപോലെ തന്നെ വേറെ സ്കൂളല്ലേ പഠിക്കുന്നത്, അപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ വേറെ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇവന് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. ലൈക്ക് വേറെ ആൾക്കാരുമായിട്ട് ഇവൾക്ക് റിലേഷനൊക്കെ ഉണ്ടെന്ന്. അന്നത്തെ സംഭവം, അതായത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്തപ്പം ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി ഈ ഒരു റിലേഷനിൽ നിന്ന് വിട്ടു. ഇവളുടെ കാര്യം നോക്കി പോകാൻ തുടങ്ങി. പക്ഷെ അവനത് വിടാനായിട്ട് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പോകെ ഇവക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസം, അതായത് അമ്മ ഈ 2 മക്കളെയും സ്കൂളിൽ പറഞ്ഞു വിട്ടു. അമ്മ ജോലിക്ക് പോയി. ഇളയ കുട്ടി സ്കൂളിൽ മീൻസ് ക്ലാസ്സിനകത്ത് കയറി. മൂത്തവള് ക്ലാസ് കയറാൻ പോയപ്പം ഇവന് സമ്മതിച്ചില്ല. അതായത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പഠിക്കുന്നത് ഒരേ സ്കൂളിലാണ്. സ്കൂളിൽ കയറാൻ ഇവന് അനുവദിച്ചില്ല. ഇവളോട് പറഞ്ഞു, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കണം ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. കാരണം ഇവക്ക് ഒന്നാമത് പേടിയാണ് ഇവനെ. അപ്പം പിന്നെ വെറുതെ വിളിച്ചാൽ ഇവള് സംസാരിക്കാനായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. എനിവേ അങ്ങനെ പല ബസ്സുകൾ മാറി കയറി ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കുട്ടിക്കാട്ടിലോട്ട് ഇവൻ കൊണ്ടുപോയി.
അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ ഇവൻ റേപ്പ് ചെയ്തതിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി, വഴക്കുണ്ടായി. അങ്ങനെ വഴക്കിന്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടി പറയണത്, എനിക്ക് നിന്നെ പേടിയാണ്, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നീ എന്നോട് ചെയ്തത് ഞാൻ വീട്ടിൽ പറയും, എല്ലാവരോടും പറയും എന്ന് പറഞ്ഞപ്പം ഇവന് ഇത് ഒഴിവാക്കാനായിട്ട്, അതായത് മറ്റുള്ളവരെ അറിയാതിരിക്കാനായിട്ട് ഇവൻ ഒരു ദയയില്ലാത്ത രീതിയിൽ ആ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഓക്കെ, എങ്ങനെ അവര് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ശരിക്കും ഒരു +2 പഠിക്കുന്ന കുട്ടി, അവന് അത്രയ്ക്ക് ആരോഗ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അവൻ ഒറ്റയ്ക്ക് അത് ചെയ്തെന്ന്. ഈ പോലീസുകാർ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു അവൻ ഒറ്റയ്ക്കാ ചെയ്ത്, അത് അവൾ അർഹിക്കുന്നു. എന്തർഹിക്കുന്നത്? റിലേഷനിൽ ആരെങ്കിലും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ആസിഡിന് മുഖത്തൊഴിക്കുന്നു, കൊല്ലുന്നു. എന്താ ലോകത്ത് വേറെ പെൺപിള്ളേരില്ലേ? എന്നിട്ട് അതിൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവന് അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചിട്ട് അവിടുത്തെ ആളുടെ ഫോണിൽ നിന്ന് വീട്ടുകാരെ വിളിച്ച് അവനങ്ങ് വീട്ടിലോട്ട് പോയി. ഇതെല്ലാം ഈ ഇൻസിഡന്റ് ഉണ്ടല്ല, ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് വരുന്നത് ഒറ്റ ഒരു പേരില്ല, ഡ്രഗ്സ്. അതായത് സമൂഹം, നിങ്ങളാണ് ഇങ്ങനെയുള്ള കുട്ടികളെ, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട കുട്ടികളെ നശിപ്പിക്കുന്നത് നിങ്ങളാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ വിറ്റയക്കുന്ന ഈ ഡ്രഗ്സ് വരും തലമുറയെ കാത്തു സംരക്ഷിക്കേണ്ട ഈ കുട്ടികളെ മുളയിലെ പിച്ച് ചിന്തി അവരെ അങ്ങോട്ട് അറുത്തും മാറ്റിക്കളയാണ്. ഇവന് ഇത്രയും ഡ്രഗ്സിന് ഇത്രയും അഡിക്റ്റ് ആയതുകൊണ്ടാണ് ഇവൻ ഇത്രയ്ക്ക് പൈശാചികമായിട്ട് ചിന്തിക്കാനും ബിഹേവ് ചെയ്യാനും തുടങ്ങിയത്. അതിനു മുന്നേ ആ കൊച്ച് ഭയങ്കര ഒരു കുട്ടിയായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു, ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവന് എന്ന് ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങിയതാ ഇവന്റെ ഈ മാറ്റം. അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ ഇത്ര ഇതായിട്ട് ചെയ്യാൻ അവന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഇവൻ തന്നെയല്ല. ഓക്കെ, അതെനിക്ക് ഷുവർ ആണ്. പക്ഷെ ഇവൻ പോലീസിനോട് പറഞ്ഞത് ഇവൻ തന്നെയാ ചെയ്ത്, അത് അവൾ അർഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നില്ല ഇവൻ തന്നെയാണ്. കാരണം ഇവൻ ഡ്രഗ്സ് അടിക്കുന്ന ആളാണെങ്കിൽ ഇവന് ഷുവറായിട്ടും അതിനൊരു ഗ്യാങ് പുറകിലുണ്ടാവും. അത് അവന് പുറത്ത് പറയണില്ല. എന്ത് കൂളായിട്ടാ അവൻ പോലീസ് ട്രേസ് ചെയ്ത് അവന്റെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവനോട് ചോദിച്ചപ്പോ എന്ത് കൂളായിട്ടാ അവന് ആ കുട്ടിക്കാട്ടിൽ പോയിട്ട് ഇതാ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. അവന്റെ പേരൻസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവനിങ്ങനെ ചെയ്യുന്നു. കഷ്ടമുണ്ട്. ഇതൊക്കെ എങ്ങോട്ടാ പോണേന്ന് പോലും മനസ്സിലാവണില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞ എവിടെ നിൽക്കൂല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വേണോ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഈ ഡ്രഗ്സ് അടിക്കുന്നവന്മാരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് അടിക്കണം, നിങ്ങൾ അടിച്ചിട്ട് എവിടെയും പോയിക്കോളുക. മനസ്സിലായില്ലേ? നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ കുരുപ്പുകളെ മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ അടിച്ച് നിങ്ങളുടെ ശരീരം വേണം നിങ്ങൾ നശിപ്പിച്ചോ, കുഴപ്പമില്ല. അതിന് എന്തിനാണ് ബാക്കിയുള്ളവരെ ബലികേടാക്കുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യണം പ്ലീസ്.